ഉന്നാവോ ദുരന്തം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഉന്നാവോ ബലാത്സംഗ കേസ്, ഒരു പെൺകുഞ്ഞിനെ ഒരു MLA ബലാത്സംഗം ചെയ്ത കേസ് നമ്മളൊക്കെ കേട്ടതാണ്. ഞാൻ ആ സംഭവത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോൾ 2017 CBI സ്പെഷ്യൽ കോർട്ട് ഈ MLA, അതായത് കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്നത് BJP MLA ആണ്. അയാളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ശരിയായ ശിക്ഷയാണ്. അതായത് അതിനകത്ത് സെക്ഷൻ 5C പോക്സോ ആക്റ്റിലെ, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പോക്സോ എന്ന് നമ്മൾ പറയും. ആ ആക്റ്റിലെ 5C വകുപ്പ് അനുസരിച്ച് ഈ അതായത് ഒരു പബ്ലിക് സർവൻറ്റ് ഇതുപോലെ ഒരു കുഞ്ഞിനെ ബലാത്സംഗം ചെയ്താൽ, അതായത് സെക്ഷൽ അസാൾട്ട് നടത്തിക്കഴിഞ്ഞാൽ, പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് നടത്തിക്കഴിഞ്ഞാൽ, അത് പബ്ലിക് സർവൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് വരും. അങ്ങനെ വരുമ്പോൾ അതിന് ഏറ്റവും കുറഞ്ഞത് ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷമാണ്. ആ ശിക്ഷ ജീവപര്യന്തം വരെ കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ജീവപര്യന്തം തടവ് തന്നെ ആ കോടതി കൊടുത്തു. അപ്പോൾ CBI നടത്തിയ അന്വേഷണത്തിൻ്റെ ആ രീതിയെക്കുറിച്ചൊക്കെ ഈ പാവപ്പെട്ട പെൺകുട്ടിക്കും അതിൻ്റെ അമ്മയ്ക്കുമൊക്കെ അതിനെക്കുറിച്ച് പരാതികളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ സെങ്കാറുമായിട്ട് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതും സെങ്കാറിൻ്റെ മകളുമായിട്ട് സംസാരിച്ചതിൻ്റെയും ഒക്കെ കാര്യങ്ങളൊക്കെ അവർ പരാതിയായിട്ട് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ മെരിറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ അയാൾക്ക്, അതായത് 2017 ഇയാൾ ശിക്ഷിക്കുന്നത്. അങ്ങനെ ജയിലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല ഉണ്ടായ സംഭവം. ഈ കുട്ടിക്കുണ്ടായ ദുരന്തത്തെക്കാൾ കൂടുതൽ ആ കുടുംബത്തിൽ വലിയ ദുരന്തമുണ്ടായി. ഈ 2017 ഏപ്രിൽ 3 ഈ പെൺകുട്ടിയുടെ, ഈ ഉന്നാവ പെൺകുട്ടിയുടെ, അതായത് അതിജീവിതയുടെ അച്ഛനും അയാളുടെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു വർക്കറും കൂടെ ചേർന്ന് നടന്നു വരികയാണ്. ജോലിയും കഴിഞ്ഞ് അവർ വരിക. വൈകുന്നേരം വരുമ്പോൾ അയാൾക്ക് ഒരു തന്നെ ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു, ഒരു വണ്ടിക്കകത്ത്. അവരതിലോട്ട് കയറി ഉടനെ ഇയാൾ ഈ കുൽദീപ് സിംഗ് സെങ്കാറേയും വിവരം അറിയിക്കുന്നു. അതുൽ സെങ്കാർ എന്ന് പറയുന്ന കുൽദീപ് സിംഗ് സെങ്കാറിൻ്റെ അനുജനെ അയാളെ വിവരം അറിയിക്കുന്നു. അവർ കുറേ ആളുകളുമായിട്ട് വന്ന് ഇയാളെ ആ വണ്ടിയിൽ നിന്ന് വലിച്ച് താഴെയിട്ട് വലിച്ചഴിച്ച് അവിടെ ഇട്ട് ചവിട്ട് അടിക്കുകയും ചെയ്തു. ശരിക്കും ഉപദ്രവിച്ചു വളരെ. എന്നിട്ട് പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് അവിടെ കൊണ്ടുപോയിട്ട് അവരും ഇഷ്ടം പോലെ പെരുമാറി. എല്ലാം കൂടെ ഇട്ടങ്ങ് ചവിട്ടി കൂട്ടി ഒരാളായിട്ട്. അങ്ങനെ ഇൻറ്റേർണൽ ഓർഗന് ഇഞ്ചുറി ഉണ്ടായി ഈ പെൺകുട്ടിയുടെ അച്ഛന്. ഇൻറ്റേർണൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ കുടൽ പൊട്ടിപ്പോയി, അതാ സംഭവിച്ചേക്കുന്നത്. അപ്പോൾ അയാൾക്ക് വേദന കൊണ്ട് അയാളങ്ങനെ കിടന്ന് പുളയാണ്. അപ്പോൾ അയാൾക്ക് അത്ര വയ്യാതായി, വേദന കലശലായപ്പോൾ 5-ാം തീയതി ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഡോക്ടർമാരുണ്ടല്ലോ, നല്ല മിടുക്കന്മാരാണല്ലോ, അയാൾക്കൊരു കുഴപ്പമില്ല, പൊക്കോളാൻ പറഞ്ഞു, തിരിച്ചു വിട്ടു. ഇയാൾ വളരെ കലശലായ വേദനയോടുകൂടി തിരികെ വന്നു. അങ്ങനെ വന്ന് അവിടെ കിടന്ന് നരയിച്ച് അവസാനം ഇയാൾക്ക് അങ്ങ് അത്ര വയ്യാതായി. കാരണം ഈ കുടൽ പൊട്ടി ഇത് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് സെപ്റ്റിസീമിയ ആയി മാറി. പിന്നെ മരിക്കാതിരിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. 9-ാം തീയതി അയാളെ അത്രയും കലശലായപ്പോഴാണ് യവന്മാരെ കണ്ണു തുറന്ന് യവന്മാർ നേരെ അവസാനം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ഇയാളെ മരിച്ചു എന്ന്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കൊലക്കേസായി അത്. അപ്പം അത് അന്വേഷിച്ച പോലീസുകാർ വളരെ മിടുക്കരായതുകൊണ്ട് കൊലക്കേസ് എന്നുള്ളതല്ല എടുത്തേക്കുന്നത്. ഒന്നാമത് അവിടെ കസ്റ്റോഡിയൽ ടോർച്ചറുണ്ട്. പിന്നെ അത് കൂടാതെ വഴിയിൽ ഒരാളെ പിടിച്ചിട്ട് മനഃപൂർവ്വം ചവിട്ടിക്കൂട്ടി. അതിൻ്റെ സംഭവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന കാര്യം കൊണ്ടാണ്, അല്ലാതെ വേറെ വിരോധമൊന്നും ഇയാളുമായിട്ടില്ല. ഈ ബലാത്സംഗ കേസ് ഒതുക്കണം, അതിന് വേണ്ടിയാണ്. അതായിട്ട് മുമ്പോട്ട് പോകരുത്, അതിനുവേണ്ടി ഇയാളെ ചവിട്ടി കൊന്ന് പരസ്യമായിട്ട് അതൊരു വെല്ലുവിളിയാണ് ബാക്കിയുള്ള ആളുകളെ ശരിയാക്കുന്നുള്ളത്. വീണ്ടും ആ കുടുംബത്തിൽ അപകടം ഉണ്ടായി. അതായത് ഈ കുട്ടിക്ക് പിന്നെ ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത് ഒരു കഷ്ടിച്ചൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അതൊരു കാറ് കൊണ്ടുവന്ന് ഇടിച്ചതാണ്. അതിനിപ്പോൾ അതിൻ്റെ ബാക്കി വിശദ വിവരങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. അതിവിടെ നമ്മളിപ്പം ഉള്ള ഒരു വിഷയമല്ലത്. എങ്ങനെയാവട്ടെ, അതിപ്പോൾ ജീവിച്ചിരിക്കുക, ഭയന്ന് ജീവിക്കുകയാണ്. അവർ ഒഴിഞ്ഞ് ഡൽഹിയിൽ ഒരിടത്ത് അവർ കഴിയുകയാണ്.
അതും അതിൻ്റെ അമ്മയും കൂടെ ഇപ്പോഴും. അപ്പോൾ ഇപ്പോൾ ഡിസംബർ 23 നമ്മുടെ അപ്പോൾ മറ്റേ ഈ കുട്ടിയുടെ പിതാവിനെ കൊലപ്പെടുത്തിയ കേസുണ്ടല്ലോ, അതിന് പോലീസ് ചാർജ് ചെയ്തത് തന്നെ 304 ആണ് ഒഫൻസ്, അതായത് 304, അതായത് കുറ്റകരമായ നരഹത്യ, കൊലപാതകമാകുന്നില്ല അങ്ങനെയുള്ളത്, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ. അതിന് ശിക്ഷ കുറവെന്ന് പറഞ്ഞാൽ അത്ര കുറവൊന്നുമല്ല, 10 വർഷം വരെയൊക്കെ കൊടുക്കണം അതിനകത്ത്. ലൈഫും കൊടുക്കാം ചിലപ്പോൾ, പക്ഷേ 10 വർഷം ഉള്ളൂ അത് പറഞ്ഞേക്കുന്ന ശിക്ഷ. 10 വർഷം ഈ കുൽദീപ് സിംഗ് സെങ്കാറയും ഈ അതുൽ സെങ്കാറയും ഒരു 3 പോലീസ് ഉദ്യോഗസ്ഥരെയും അതുപോലെ മറ്റ് ആളുകളെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുന്നവന്മാരെയും 10 വർഷം ഇത് ശിക്ഷിച്ചു. അതിനും ഈ കുൽദീപ് സിംഗ് സെങ്കാർ ജയിലിലാണ്, ആ ശിക്ഷയും കൂടെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഡിസംബർ 23 നമ്മുടെ ഡൽഹി ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു കേട്ടോ. ഇയാളെ ശിക്ഷ സസ്പെൻഡ് ചെയ്തു ഇനിയുള്ള കാലത്തേക്ക്. കാരണം അതിന് പറഞ്ഞ കാര്യം അതിലിപ്പം തന്നെ 7 വർഷം അതിന് കഴിഞ്ഞു. വലിയ സങ്കടമായിപ്പോയി. ഇതുപോലെ ചെയ്തവർ തന്നെ MLA. എന്നിട്ട് അത് ന്യായം അതല്ല, ഞാൻ അതിൻ്റെ ലീഗാലിറ്റിയിലേക്കാണ് പോകുന്നത്. അതിനകത്ത് പറഞ്ഞത് ഈ 5C അനുസരിച്ചുള്ള ഒഫൻസ് ഈ വരത്തില്ല എന്ന്. അതായത് ഇത് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആകത്തില്ല, കാരണം ഇയാൾ MLA ആയിരുന്നു പക്ഷെ പബ്ലിക് സർവൻ്റ് അല്ല എന്നാണ് ഒരു വിചിത്രമായ കണ്ടെത്തൽ. ഏതായാലും CBI ഇത് സുപ്രീം കോടതിയിൽ ഇമ്മീഡിയറ്റ്ലി ചലഞ്ച് ചെയ്തു. അത് ഈ ആഴ്ച എങ്ങാണ്ട് 29 മറ്റോ വാദം കേൾക്കാൻ വരുന്നുണ്ടെന്നായിട്ട് അറിയുന്നു. അതെന്തോ ആട്ടെ, 5C അതായത് MLA എന്ന് പറയുന്ന ആൾ പബ്ലിക് സർവൻ്റ് അല്ല എന്ന് പറയുന്ന കാഴ്ചപ്പാട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എത്രയോ കേസുകൾ MLA-മാർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പബ്ലിക് സർവൻ്റാണ്. അവർക്ക് PC ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ബാധകമാണ്. കാരണം പബ്ലിക് സർവൻ്റാണ് അവർ. ആ ഫൈൻഡിങ് ഒക്കെ കിടപ്പുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പബ്ലിക് സർവൻറ്റിൻ്റെ ഈ നിർവചനത്തിൽ ഒരു MLA വരികയില്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അറിയാൻ വയ്യാത്തതാണ്. ഒരുപാട് ജുഡീഷ്യൽ പ്രൊണൗൺസ്മെൻറ്റ്സ് ഇതിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ലീഗലി എൻ്റെ അഭിപ്രായത്തിൽ ഈ പറയുന്ന ഉത്തരവ് തെറ്റാണ്, ലീഗലി, നിയമപരമായിട്ട്. അത് ബാക്കി ഇനി സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുള്ളത് എനിക്കറിഞ്ഞൂടെ. മാത്രമല്ല ഈ പെൺകുട്ടിയെ അമ്മ ഇപ്പോൾ ഭയപ്പാടോടുകൂടി ഓടുകയാണ്. എന്നിട്ട് കോടതി അതിനൊരു നിർദ്ദേശം കൂടെ വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ഒരു 5 കിലോമീറ്റർ അടുത്ത് ഇയാൾ പോകരുതെന്ന്, താമസിക്കുന്നതിൻ്റെ. എളുപ്പമാണല്ലോ, അയാൾ പോകണ്ട. അയാൾ വെളിയിലിറങ്ങി നടന്നു കഴിഞ്ഞാലേ അയാൾക്ക് ഇഷ്ടം പോലെ ആളുകളെ പറഞ്ഞയക്കാൻ നോക്കും. ഇത്രയും അതിൻ്റെ അച്ഛനെ തല്ലിക്കൊന്നു, അതിൻ്റെ ബാക്കി അതിൻ്റെ ഒരു കൊച്ചച്ഛനെയോ ബന്ധുവിനെയോ കണ്ട് അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടി മാരകമായിട്ട് ആദ്യം ബലാത്സംഗം ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞ് അത് എങ്ങനെയോ രക്ഷപ്പെട്ടു. അതും കഴിഞ്ഞതിന് ശേഷം അത് ഒരു കൊലപാതക ശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഈ രീതിയിലാണ് ഈ സംഭവമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളുകളൊക്കെ പിടിച്ച് വെറുതെ ജയിലിട്ടിട്ടുണ്ട്. ഇത്രയും രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരാളെ ഇങ്ങനെ തുറന്നു വിട്ടാൽ ഈ കുട്ടിക്ക് അതിജീവിതയ്ക്ക് ഇനി രക്ഷയുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്. താമസിക്കാൻ നമുക്ക് കേൾക്കാം. പക്ഷേ ഇവരെ ഇത്രയും വൈരാഗ്യം വരേണ്ട കാര്യം എന്താണ്? ഈ പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടത് കൊണ്ടാണ് ആ കേസുണ്ടായത്, അതിൽ ശിക്ഷിക്കപ്പെട്ടത്. പക്ഷേ അതിന് ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 2017 അതിന് മുമ്പ് തന്നെ ഇതുപോലുള്ള സംഭവങ്ങളാണ് ബാക്കി ഉണ്ടാകുന്നത് മുഴുവൻ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം വളരെ, അതായത് ഈ ഇത്രയും വലിയൊരു കേസിനകത്ത് ഇയാൾക്ക് ഇതേപോലെ ഇയാളുടെ ശിക്ഷ സസ്പെൻഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളത് ചിന്തിക്കണം. ലീഗലി അത് ഇൻകറക്റ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം.